ഇറാൻ അമേരിക്ക രണ്ടാം ഘട്ട ചർച്ച ഇസ്ലാമാബാദിൽ നടന്നേക്കും. അമേരിക്കൻ പ്രതിനിധി സംഘം ഇന്ന് ഇസ്ലാമാബാദിലേക്ക് പോകുമെന്ന് സ്ഥിരീകരിച്ചു വൈറ്റ് ഹൌസ്. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരക്ചി ഇസ്ലാമാബാദിലെത്തി. ചർച്ചയിൽ പങ്കെടുക്കുന്നത് പക്ഷേ ഇറാൻ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. മധു കൊട്ടാരക്കരയുണ്ട് ഫ്ലോറിഡയിലെ ഒർലാൻഡോയിൽ നിന്ന്. മധു, എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട ഈ കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ? ഗുഡ് മോർണിംഗ് അമൽ. ഇറാൻ അമേരിക്ക രണ്ടാം ഘട്ട ചർച്ചയ്ക്കുള്ള സാധ്യത തെളിയുകയാണ്. നേരത്തെ നടന്ന അതേ സ്ഥലത്ത് തന്നെ ഇസ്ലാമാബാദിലാണ് ഇതിനുള്ള ചർച്ചയ്ക്കുള്ള വേദി ഒരുങ്ങുന്നതെന്നാണ് റിപ്പോർട്ടുകൾ ലഭിക്കുന്നത്. അതേസമയം അമേരിക്കയുടെ ഇറാൻ അമേരിക്ക രണ്ടാം ഘട്ട ചർച്ച നടന്നേക്കുമെന്നുള്ള ഒരു ശുഭസൂചനയാണ് വരുന്നത്. നേരത്തെ പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിൽ തന്നെ ഇരു രാജ്യങ്ങളും തമ്മിൽ ഒരു ചർച്ച നടന്നിരുന്നു. പാകിസ്ഥാന്റെ മധ്യസ്ഥതയിലായിരുന്നു ആ ചർച്ച. പക്ഷേ ആ ചർച്ച പരാജയപ്പെട്ടു. ഇറാൻ മുന്നോട്ട് വെച്ച വ്യവസ്ഥകൾ അമേരിക്കയ്ക്കും അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്ന നിബന്ധനകൾ ഇറാനും അംഗീകരിക്കാൻ സാധിച്ചിരുന്നില്ല. ആ നിലയിലാണ് ആ ചർച്ച പരാജയപ്പെട്ടത്. ഇന്നിപ്പോൾ വീണ്ടും ഒരു ചർച്ച ഇസ്ലാമാബാദിൽ വെച്ച് തന്നെ നടന്നേക്കുമെന്നുള്ള ഒരു സൂചനയാണ് വരുന്നത്. അമേരിക്കൻ പ്രതിനിധി സംഘം ഇസ്ലാമാബാദിലേക്ക് പോകുമെന്ന് വൈറ്റ് ഹൌസ് സ്ഥിരീകരിക്കുന്നുണ്ട്. മധു കൊട്ടാരക്കര തുടരും. മധു, വിവരങ്ങൾ എന്തൊക്കെയാണ്? അമൽ, അമേരിക്കയുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ ലക്ഷ്യമിട്ടുള്ള പുതിയ നിർദ്ദേശങ്ങൾ ഇറാൻ ഉടൻ മുന്നോട്ട് വയ്ക്കുവാൻ സാധ്യതയുണ്ടെന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ന് പറഞ്ഞിരിക്കുന്നത്. റോയിട്ടേഴ്സിന് അദ്ദേഹം നൽകിയൊരു അഭിമുഖത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇറാന്റെ ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടെന്ന്, എന്നാൽ അത് കണ്ടിട്ടില്ലെന്നുമാണ് ട്രംപ് റോയിട്ടേഴ്സിനോട് ഒരു ഫോൺ അഭിമുഖത്തിൽ പറഞ്ഞത്. അമേരിക്കൻ പ്രതിനിധി സംഘം ഇസ്ലാമാബാദിലേക്ക് പോകുന്ന കാര്യം വൈറ്റ് ഹൌസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതേസമയം ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി ഇതിനോടകം തന്നെ ഇസ്ലാമാബാദിൽ എത്തുകയും ചെയ്തു. ചർച്ചയിൽ പങ്കെടുക്കുന്ന കാര്യം ഇതുവരെയും ഒഫീഷ്യലായിട്ട് ഇറാൻ സ്ഥിരീകരിച്ചിട്ടില്ല. അമേരിക്കൻ പ്രതിനിധികളുമായിട്ട് നേരിട്ടുള്ള ഒരു കൂടിക്കാഴ്ച നടത്താൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് അബ്ബാസ് അരാക്ചി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ പാകിസ്ഥാൻ ഇതിനായിട്ടുള്ള ശ്രമങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. അമേരിക്കയുടെ പ്രതിനിധികൾ സ്റ്റീവ് വിറ്റ്കോഫും ട്രംപിന്റെ മരുമകൻ ജാർഡ് കുഷ്ണറുമായിരിക്കും പങ്കെടുക്കുന്നതാണ് വൈറ്റ് ഹൌസ് പറയുന്നത്. JD വാൻസിന്റെ കാര്യത്തിൽ ഇതുവരെയും തീരുമാനമായിട്ടില്ല. എന്നാൽ ഒരു ആവശ്യം വരുന്ന ഘട്ടത്തിൽ ചർച്ച നല്ല രീതിയിൽ പുരോഗമിക്കുകയാണെന്നുണ്ടെങ്കിൽ JD വാൻസ് വേണ്ടി വന്നാൽ പാകിസ്ഥാനിലേക്ക് തിരിക്കുന്നതായിരിക്കുമെന്ന് വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കാരൻ ലെവിറ്റ് പറഞ്ഞിട്ടുണ്ട്. അതേസമയം ഡൊണാൾഡ് ട്രംപ് പറയുന്നത് ഹോർമൂസ് കടലിടുക്ക് തുറക്കണം എന്നുള്ള കാര്യത്തിലും അതുപോലെ യുറേനിയം സമ്പുഷ്ടീകരണം പാടില്ലെന്നുള്ള കാര്യത്തിലും അമേരിക്ക ഒരു വിട്ടുവീഴ്ച ചെയ്യില്ല. അതുപോലെ നാവിക ഉപരോധം തുടരുമെന്നും ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. അമൽ, ശ്രീനിധി. ശരി, മധു കൊട്ടാരക്കരയാണ് ഫ്ലോറിഡയിലെ ഒർലാൻഡോയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.